الله إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت വഹും ലാ യുദ്ലമൂൻ. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ ആദ്യ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാൻ എന്ന് പറയുന്ന പദം അറബി ഭാഷയിലെ റമദ യർമുദു, കരിച്ചു കളയുക, ഉണക്കിക്കളയുക എന്നൊക്കെ ആശയം വരുന്ന ഒരു പദമാണ്. എന്തുകൊണ്ടാണ് ഈ മാസത്തിന് റമദാൻ എന്ന പേര് വന്നത് എന്ന ചർച്ചയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചിലർ അഭിപ്രായപ്പെട്ടത് മനുഷ്യൻ 11 മാസവും ചെയ്യുന്ന തെറ്റുകൾ, ചെറിയ പിഴവുകൾ, കുറ്റങ്ങൾ അത് കരിച്ചു കളയുക, ഉണക്കിക്കളയുക, ഇല്ലാതെയാക്കുക എന്ന അർത്ഥത്തിലാണ് എന്നതാണ്. മറ്റു ചിലർ പറഞ്ഞത് റമദാനാവുമ്പോൾ പകലില് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് വിശപ്പുണ്ടാവും. ആ വിശപ്പ് കൊണ്ട് നമ്മുടെ വയറിൻ്റെ അവിടെയുള്ള എല്ലാ സംഗതികളും ഉണങ്ങി വറ്റി വരളുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് കൊണ്ട് ആ അർത്ഥത്തിലാണ് എന്ന് ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ആളുകൾ നമ്മൾ റമദാൻ അധികവും ചൂട് കാലത്ത് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടും ചൂട് കാരണമാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്ന അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. നാലാമതൊരു അഭിപ്രായം, പണ്ട് മുതലേ അറബികൾ ചില മാസങ്ങളിൽ അവർ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ റമദാനിൽ അവർ യുദ്ധത്തിൽ നിന്ന് വേറിട്ട് നിന്ന് ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് അതിന് റമദാനിന് ആ പേര് വന്നിട്ടുള്ളത് എന്നതുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഭിപ്രായങ്ങൾക്കിടയിൽ നിന്ന് ആത്മീയമായി നമ്മൾക്ക് പ്രചോദനമേകുന്ന, നമ്മുടെ ചെയ്തു പോയ തെറ്റുകൾ മാപ്പാക്കുന്ന, അല്ലെങ്കിൽ പാപങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ഒരവസരം എന്ന നിലക്കാണ് റമദാനിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. റമദാൻ എന്തിനുള്ള അവസരമാണെന്നുള്ള ഒരു ചോദ്യമാണ്. റമദാന് എന്തിനു വേണ്ടി എന്നുള്ളതും റമദാനിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് ഉത്ബുദ്ധരായ ഒരു കൂട്ടം ആളുകളാണ് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ റമദാൻ എല്ലാറ്റിനുള്ള അവസരമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാട്ടിലടക്കം നമ്മൾക്ക് ഒരുപാട് വ്യത്യസ്ത രൂപത്തിലുള്ള പ്രതിസന്ധികൾ പല കാരണങ്ങൾ കൊണ്ടുവരികയാണ്. ചിലപ്പോൾ ആശങ്കയിലാക്കുന്ന, നമ്മളൊക്കെ വ്യാകുലപ്പെടുത്തുന്നതായ, അത് ചിലപ്പോൾ SIR രൂപത്തിലാവും, പൗരത്വ നിയമത്തിന്റെ പേരിലാവും, ഇപ്പോ ഏറ്റവും ലാസ്റ്റില് വന്ദേ മാതരം നിർബന്ധമായും ചൊല്ലിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാവാം. ഇത്തരമൊക്കെ ഒരു ഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റമദാൻ നമുക്ക് എന്തിനുള്ള അവസരമാണ്? അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ റമദാന്റെ ചരിത്രം പഠിക്കേണ്ടി വരും. റമദാന്റെ ചരിത്രം, റമദാനുകളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾക്ക് കാതോർക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക സംസ്കാരത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ എല്ലാ രൂപത്തിലുമുള്ള ടേണിംഗ് പോയിന്റുകൾ, അവരുടെ
പിന്നെ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയോ ആ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അവർക്ക് ആശ്വാസമാകുന്ന ദിഗ്വിജയങ്ങൾ സംഭവിക്കുന്നതോ അതല്ലെങ്കിൽ അത്ഭുതകരമായ സംഭവങ്ങൾക്ക് കാതോർക്കുന്നത്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ മുമ്പിൽ അവസാനിക്കുന്നത് ഈ റമദാനാണ്. അപ്പൊ റമദാൻ ഒരു അവസരമാണ്. എന്നുള്ള അവസരം വിശുദ്ധ ഖുർആന്റെ അവതരണം റമദാനിലാണല്ലോ ഒന്നാമതായി നടന്നിട്ടുള്ളത്. റമദാനിൽ ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ് റമദാനിൽ ഖുർആൻ ഇറങ്ങിയത്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് മാർഗദർശനമാണ്, മാർഗദർശനത്തിന്റെ വിശദീകരണമാണ്, സത്യാസത്യ വിവേചനമായിട്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നത് ജനങ്ങൾക്ക് ഹിദായത്തിന്റെ നേരായ മാർഗദർശനത്തിന്റെ വഴിയെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്, വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുത്തു. അപ്പൊ റമദാൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിദായത്തിന്റെ വഴിയെന്നും സ്വർഗം തിരികെ കിട്ടാനുള്ള മാർഗമെന്നും ഖുർആൻ ഗണ്ഡിതമായി പറഞ്ഞ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോരുമ്പോ അത് തിരികെ കിട്ടണമെങ്കിൽ നിങ്ങൾക്കുള്ള ഹിദായത്ത് വന്നെത്തുമെന്ന് പറഞ്ഞ ആ ഹിദായത്തിന്റെ സമ്പൂർണമായ അതിന്റെ പൂർണ്ണത സംഭവിച്ച ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണം റമദാൻ മാസത്തിലാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്, അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമാണ്. മറ്റൊന്ന്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വഖാല ഇന്നനി മുസ്ലിം മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ പറയുകയും സൽക്കർമ്മം ചെയ്യുകയും ഏറ്റവും നല്ല വർത്തമാനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലവനാരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും മുസ്ലിം സമൂഹത്തിനുണ്ടാവണം. അതിലൊരു പ്രതാപം ഉണ്ടാവണം. മുസ്ലിം സമൂഹം, മുസ്ലിമായ വ്യക്തി അവൻ പരസ്യമായി അവരുടെ ആ ആദർശത്തെ, ആശയത്തെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ നമ്മുടെ ബാങ്ക് വിളി, ആദാൻ. ഈ ആദാൻ, ബാങ്ക് വിളിയുടെ ഓരോ വാക്കുകളും നമ്മുടെ അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അള്ളാഹു ആണ് വലിയവൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന സാക്ഷ്യം വഹിക്കൽ, അതോടൊപ്പം തന്നെ നമസ്കാരവും പരലോകത്തിലേക്കുമുള്ള ക്ഷണിക്കലും അവിടേക്കുള്ള വിജയത്തിലേക്കുള്ള വരാനുള്ള ആവശ്യവും അള്ളാഹു ആണ് വലിയവൻ എന്ന് പറയണം. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ വിശ്വാസത്തെ, അവനവന്റെ ആദർശത്തെ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അത് മുസ്ലിം സമൂഹം ആരംഭിക്കുന്നത് റമദാനിലാണ്, റമദാൻ മാസത്തിലാണ്. ഇപ്പൊ രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തത്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തി കിട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നത് ബദറാണ്. ബദർ എന്ന് പറയുന്ന വലഖദ് നസ്റകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ ന്യൂനപക്ഷം. ന്യൂനപക്ഷം മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷം എന്നുള്ളല്ലോ പറയാം. ന്യൂനപക്ഷമാണ് സമയത്ത് ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു എന്നാണ്. ചുറ്റുഭാഗവും വിശ്വാസികളാൽ നിറഞ്ഞ്, അവിശ്വാസികൾ തന്നെ ശത്രുക്കളാൽ നിറഞ്ഞ്, ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ കൊടും ഭീകരന്മാരും അല്ലെങ്കിൽ കൊടും ക്രൂരതയുടെ വക്താക്കൾ മുസ്ലിം സമൂഹത്തെ മുച്ചൂട് നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച സമയം ബദർ. വെറും 300 ചില്ലാനം വരുന്ന സാധാരണക്കാരായ തൻ്റെ അനുയായികളെ കൊണ്ട് സായുധ സേനയായി എല്ലാവിധ സൗകര്യങ്ങൾ കൊണ്ടും കടന്നു വന്ന സമൂഹത്തെ, 300 ചില്ലാനം വരുന്ന സൈന്യത്തെ കൊണ്ട് 1,00,000-ഓളം വരുന്നവരെ, 1000-ഓളം വരുന്നവരെ നേരിട്ട് പരാജയപ്പെടുത്തിയ വാന്തും അതിൽ നിങ്ങൾ ന്യൂനപക്ഷമാകുമ്പോൾ സാമ്പത്തികമായി കഴിവില്ല, ആയുധബലത്തിലില്ല, ശാരീരികമായ ബലമില്ല, മാനസികമായ ബലം തീരല്ലാത്ത ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിലാണ് ബദറിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെയും ന്യൂനപക്ഷമാവുമ്പോൾ അള്ളാഹ് സഹായിച്ചത് അവരുടെ വിശ്വാസത്തിന്റെ കരുത്താണ്. അതും ഒരു റമദാൻ മാസത്തിലാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. ന്യൂനപക്ഷ സമൂഹത്തിന് പ്രതിസന്ധികൾ വരുമ്പോൾ ബദർ അവർക്കൊരു പ്രചോദനമാണ്, അതൊരു അവസരമായി ഉപയോഗപ്പെടുന്നത്. എങ്ങനെ? സായുധ പോരാട്ടത്തിനുള്ള അവസരമല്ല, എങ്ങനെ ബദറിൽ ന്യൂനപക്ഷത്തെ അള്ളാഹ് സഹായിച്ചു എന്നുള്ളത്. അപ്പൊ ബദർ ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആളുകൾ ബദർ സന്ദർശിച്ചിട്ടുണ്ടാവും. നമ്മൾ ബദർ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ബദറിൽ ശുഹദാക്കളായ ഷഹീദുകളായ ആളുകളുടെ പേരിങ്ങനെ എഴുതിയിട്ടുണ്ട്.
ആ പേരുകൾ എഴുതി വെച്ചെടുത്ത് ഒന്നാമത്തെ പേര് ഉമൈറുബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ഒരു പേരാണ്. ഉമൈറുബിൻ അബി വക്കാസ്. ഉമൈറുബിൻ അബി വക്കാസിന്റെ പ്രായം 16 വയസ്സാണ്. 16 വയസ്സിലാണ് അദ്ദേഹം ചെയ്യണത് ലോകത്തോട് ഷഹീദാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സത്യാസത്യ വിവേചനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും തമ്മിൽ നീതിയും അനീതിയും തമ്മിൽ പോരടിച്ച ഒന്നാമത്തെ യുദ്ധത്തിലെ ഷഹീദിന്റെ ഒന്നാമതായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു പേര് 16 വയസ്സുള്ള കുട്ടിയാണ്. ഈമാനിന്റെ ബലത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ബദറിലേക്ക് പോകണമെന്നറിയോ? അദ്ദേഹത്തെ ആദ്യം നബിയും സഹാബത്തും പിരിച്ചു വിടുന്നുണ്ട്, പറ്റൂല. അങ്ങനെ വീട്ടിലെത്തിയേക്കുമ്പോ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ യുദ്ധത്തിന് പോകുന്നുണ്ട്, സഅദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ജ്യേഷ്ഠൻ പോകണ്ടപ്പോ അനിയന് ബോധി ഞാൻ പോകാൻ, അങ്ങനെ ബാപ്പാന്റെ മുമ്പെന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ ദ്വന്ദ്വ യുദ്ധം നടത്തിയിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് ഞാൻ ജയിച്ചാൽ എന്നെ കൊണ്ടുപോകണം, ജ്യേഷ്ഠൻ ജയിക്കണമെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോളി. അങ്ങനെ ആ മൽപ്പിടുത്തത്തില് അനിയൻ ജ്യേഷ്ഠനെ പരാജയപ്പെടുത്തി. അങ്ങനെയാണ് ബദറിലേക്ക് ഉമൈർ നബി വഖാസ് പോണത്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു യുദ്ധത്തില് അതിന്റെ ഒന്നാമത്തെ ഷഹീദ് അതല്ലെങ്കിൽ ഷഹീദുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഒരു പേര് ഉമൈർ നബി വഖാസ്. 16 വയസ്സുകാരനാണ്. നമ്മളെ +1ഉം +2കാരും പിന്നെ നമ്മുടെ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ, ഡിഗ്രിക്കൊക്കെ പഠിക്കണം മക്കളിന്ന് എവിടെയെന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മളെ വീടുകളിലുള്ളവർ അവിടെ ഈമാനിന്റെ ബലം വൻതുമ്മതില്ല ന്യൂനപക്ഷമായപ്പോ ആ 16കാരനുണ്ടായ ഈമാൻ ഇസ്ലാമിനെയും പ്രവാചകനെയും ഞാൻ എങ്ങനെയും സഹായിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മക്കള് പ്രേമബന്ധത്തിൽപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് ഇട്ടുള്ളവരെ കിട്ടണില്ല എന്ന് കണ്ടുമ്പോൾ ഓളെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി അത് വീരോചിതമായി പറഞ്ഞ്, അല്ലെങ്കിൽ കൊറിയൻ വെബ് സീരീസുകളുടെ കഥകളും കവിതകളും സ്വന്തം ജീവിതത്തിൽ ആവിഷ്കരിച്ചിട്ട് സിനിമകളും ആവിഷ്കരിച്ചിട്ട് സ്വന്തം വീട്ടിലുള്ള ബാപ്പിയും ഉമ്മയും വല്യുമ്മയും ബാപ്പയുടെ സഹോദരന്റെ ഭാര്യയും ബാപ്പാന്റെ സഹോദരനെയും കൊച്ചു അനിയത്തിനടക്കം ക്രൂരമായി കൊലപ്പെടുത്തി ഒരു മാനസിക വിഷമമില്ലാതെ പരസ്യമായി പത്രസമ്മേളനം നടത്തുന്ന മുസ്ലിം നാമധാരികളുള്ള ന്യൂനപക്ഷത്തിന്റെ ആൾക്കാരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ അള്ളാഹ് സഹായിച്ച ന്യൂനപക്ഷം റമദാനിൽ ആരാണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, സാന്ദർഭികമായി ഉണർത്തി എന്നുള്ളതോ. അപ്പൊ ഒരു അവസരം എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ആ റമദാനിനെ ഉപയോഗപ്പെടുത്തിയത് ബദറിന്റെ കാലഘട്ടത്തിൽ? പിന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു പ്രയാസം ഉണ്ടായത് നമ്മളെ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതൊന്ന് അഹ്സാബ് യുദ്ധമാണ്. അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഖന്തക് യുദ്ധം. മദീനക്ക് ചുറ്റുഭാഗവും കിടങ്ങ് കുഴിച്ചിട്ട് നബിയും സഹാബത്തും രക്ഷപ്പെട്ട ഒരവസരം ഉണ്ടല്ലോ. അന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്നത്തെ ഇതേ അവസ്ഥ തന്നെയല്ലേ. അഹ്സാബ് യുദ്ധം അതിന് പേര് വരാനുള്ള കാരണം എന്താ? എല്ലാ ആളുകളും മദീനക്ക് ചുറ്റുഭാഗമുള്ള എല്ലാ ഗോത്രങ്ങളും അതോടൊപ്പം മദീനയിലുള്ള യഹൂദികളും ഒന്നിച്ചു ചേർന്ന് മുസ്ലിമീങ്ങളെ നശിപ്പിക്കുവാൻ തീരുമാനിച്ച യുദ്ധമാണ് ഇത്, അഹ്സാബ് യുദ്ധം. ഇനിയും നബിയും സഹാബത്തും ജീവിക്കരുത് ഭൂമി ലോകത്ത്. വിശുദ്ധ ഖുർആന് ആ വാചകത്തെ പറയണത് ഇന്നന്നാസ ജനങ്ങളൊക്കെ പറഞ്ഞതാണ് ഖദ് ജമഉലക്കും, ഇന്നന്നാസ ഖദ് ജമഉലക്കും, ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിണ്ട്, ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെട്ടോളൂ എന്ന് പറഞ്ഞ. കണ്ടോ, പേടിച്ചോ സംഘപരിവാർ അങ്ങനെ മറ്റേതിങ്ങനെ എല്ലാ വാൽമാക്രികളും അങ്ങനെ ചെയ്യണ് മറ്റാള് ഇസ്ലാമിനെതിരെ എങ്ങനെ. ഓരോ ദിവസവും ഓരോ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കണവരാണ് നമ്മൾ. മുസ്ലിമീങ്ങളെ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, വേറെ പല താല്പര്യങ്ങളുടെ പേരിൽ ദിനേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചെറുതും വലുതുമായിട്ടുള്ളവരെ ഇരുത്തുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ അങ്ങനെ നടന്നൊരു യുദ്ധമാണ് അഹ്സാബ് യുദ്ധം. എല്ലാവരും എതിരാണ്. നബിയും സഹാബത്തിന്റെ അടുത്തും പണമില്ല, അധികാരമല്ല, മദീനയ്ക്ക് ഹിജറ പോയി വന്ന പട്ടിണിയുടെ കാലഘട്ടം. ആ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനോട് കൂടി ആലോചിക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത്. അന്ന് സഹാബത്ത് എന്താ പറയുന്നറിയോ? പലരും ഇങ്ങനെ ഭയപ്പാടോട് കൂടി ഇരിക്കുമ്പോ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എണീറ്റുന്നു. അദ്ദേഹം പുറം നാട്ടുകാരനാ. നബി ഒരൊറ്റ മാർഗമുള്ളൂ, ശത്രു മദീനയിലേക്ക് കയറാൻ പറ്റൂല, ശത്രു നമ്മളെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല, ഇവിടേക്ക് കയറിയാലുള്ളല്ലേ നമ്മൾ നശിപ്പിക്കുക, അതിനെന്താ കിടങ്ങു കുഴിക്കണം എന്നാണ്. അപ്പൊ മദീനയുടെ 3 ഭാഗം വലിയ മലകളാണ്, അല്ലെങ്കിൽ ഏകദേശം എല്ലാ ഭാഗം മലകളാണ്. നടന്നു വരാൻ കഴിയുന്ന ഭാഗത്ത് കിടങ്ങുഴിക്കാൻ തീരുമാനിക്കുകയാണ്. പാറ തുറക്കുകയാണ്, മണ്ണ് തുറക്കുകയാണ്, മണല് മാറ്റുകയാണ്. അങ്ങനെ അവര് വിശപ്പ് കൊണ്ട് ചരിത്രത്തിൽ കാണാം വയറ്റത്ത് കല്ല് കെട്ടി വെച്ചിട്ടാണ് സഹാബത്ത് കിടങ്ങൊഴിക്കണത്. ആ പാട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് കിടങ്ങൊഴിക്കണ സമയത്ത് ഖന്തക് യുദ്ധവേളയിൽ സഹാബത്ത് പാടിയെന്നാണ്, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ സദ്ദഖനാ വലാ സല്ലൈനാ വഅൻസിലൻ സക്കീനത്തൻ അലൈനാ എന്ന് തുടങ്ങുന്ന വരികള്. പിന്നെ
ദീർഘമായിട്ടുള്ള ചില വരികൾ സഹാബത്ത് പാടിയിട്ടുണ്ട്. മുഹാജിറുകളെ അൻസാരികളെ സമാശ്വസിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടിയിട്ടുണ്ട്. എല്ലാ നിലക്കും ശത്രുക്കൾ മുഴുവൻ എതിരെ നിന്ന് മുസ്ലിം സമൂഹത്തെ മാത്രം നശിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തു വരുന്ന സമയത്ത് നടക്കുന്ന യുദ്ധമാണ് ഖന്തക് യുദ്ധം. അന്ന് വയറ്റില് വിശപ്പ് പോലെ കല്ല് കെട്ടി വെച്ചിട്ട് സഹാബത്ത് ഇങ്ങനെ കിടങ്ങ് കുടിച്ച് ഓരോരുത്തരായി കുടിച്ച് അവിടെ വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്ത് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഈ സന്ദർഭത്തിൽ സമയമല്ലേ നമുക്ക് വിശദീകരിക്കാൻ സമയമല്ല, അതൊരു അത്ഭുതകരമായ സംഭവമാണ്. അതോടൊപ്പം രണ്ടാമതൊരു സംഭവം നടന്നത് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി ഓടി വരുന്നുണ്ട്. നബിയെ ഒക്കെ റെഡി ആവട്ടോ, കിടങ്ങൊക്കെ കുഴി അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ ഒരു പാറ പ്രശ്നമാണ്. അത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മദീനയെ സ്വന്തം നാടെ രക്ഷിക്കാൻ വേണ്ടി കിടങ്ങു കുഴിക്കുമ്പോ അവിടെ പ്രതിബന്ധം വന്നിക്കണം. അതിൻ്റെ ഉള്ളിലൊരു പ്രതിബന്ധം. ആ പ്രതിബന്ധം എന്താ? വലിയൊരു പാറയാണ്. ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കി, പൊട്ടിക്കാൻ കഴിയണില്ല. എന്താ ചെയ്യാൻ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിപ്പോകുമ്പോ അദ്ദേഹത്തിന്റെ വയറ്റത്ത് 2 കല്ലുണ്ടായിരുന്നു. 2 കല്ല്. എന്തിനാ കല്ല് കെട്ടിച്ചിങ്ങനെ അറിയോ? വിശപ്പറിയാതിരിക്കാം. റമദാനാകുന്ന അവസരത്തിലാണ്, ചൊവ്വാലിലാണ് അതിന്റെ വിജയം നടക്കണേലും എല്ലാ പ്രവർത്തനം പൂർത്തിയാക്കണം നോമ്പ് നോറ്റിട്ടാണ്. ഈ റമദാൻ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ അവസരത്തെ ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അന്ന് റസൂലുള്ളാഹി സ്വഹാബത്തും അങ്ങനെ ഖന്തക്ക് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിം മെഹ്വാൽ എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കണ അവരുടെ കയ്യിലുള്ള യന്ത്രമാണ്. അത് വാങ്ങാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കണതെടുത്ത് എല്ലാവർക്കും തടസ്സമായി നിന്ന, രക്ഷപ്പെടണമെങ്കിൽ അത് പൊട്ടിയേ മതിയാകൂ എന്ന് സഹാബത്ത് പറഞ്ഞ പാറിന്റെ മുമ്പ് പോയിട്ട് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു വെട്ട് വെട്ടി. 1ാമത്തെ വെട്ട് പാറയെ ഒരു ഭാഗം പോയി എന്നാണ്. അങ്ങനെ ഇത് ആവർത്തിച്ചു 3 തവണ എന്നാണ്. 3 തവണ ആവർത്തിച്ചപ്പോൾ പാറ പൊട്ടിച്ചിതറി ചീളുകളായി പൊട്ടിപ്പോയി എന്നാണ്. അപ്പൊ സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി എങ്ങനെ ഇപ്പൊ ഇത്രയും വലിയ പാറ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ട് നടക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നതാണ്, നബിയെ നിങ്ങൾ അവിടെ ഇങ്ങനെ വെട്ടിയപ്പോ ഞാനൊരു സ്പാർക്ക് കണ്ടു, ഒരു തിളക്കം കണ്ടു, എന്താണ് അത് വെച്ച്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാന് ബിസ്മില്ലാ പറഞ്ഞ എൻ്റെ 1ാമതായി ഇത് മുഴുവൻ ഉയർത്തിയ സമയത്ത് എൻ്റെ മുമ്പിൽ ജിബ്രീൽ വന്ന് അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ജിബ്രീൽ ഇങ്ങനെ കാണിച്ചെന്ന് ഷാമിലെ കിസ്റ ചക്രവർത്തിയുടെ ചെങ്കൽ ചുവന്ന കൊട്ടാരങ്ങൾ എനിക്കിങ്ങനെ കാണിച്ചെന്ന്, ഇവിടെ ഇസ്ലാമത്തും എന്ന് പറഞ്ഞു. 2ാമതായി ഞാൻ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ആ കൊട്ടാരങ്ങനെ പേർഷ്യൻ കൊട്ടാരങ്ങള്, അവിടത്തെ കരിങ്കൽ കൊട്ടാരങ്ങള് കാണിച്ചെന്നിട്ട് കൈസർ ചക്രവർത്തിയുടെ കോട്ടയും ഈ സാമ്രാജ്യവും ഇസ്ലാമിന് അധീനമാവും എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ ബിസ്മില്ല ചൊല്ലി ഞാൻ മിഴവൽ ഉയർത്തുമ്പോ അവിടെ ഉണ്ടായിരുന്ന സൻആയിലെ യമനിലെ ഭരണാധികാരിയാണ് പിന്നെ ലോകത്തെന്ന് അറിയപ്പെട്ട് ആ സൻആയിലെ യമനിലെ വെള്ളക്കൊട്ടാരങ്ങൾ കാണിച്ചെന്നിട്ട് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇവിടെയും ഇസ്ലാമത്തും. സഹാബത്തു നബിയെ നമുക്ക് വേണ്ടി നിങ്ങൾ വേഗം പ്രാർത്ഥിക്കണം കേട്ടോ, നമുക്ക് വേണ്ടി നിങ്ങൾ വേഗം പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് അത് കീഴടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുത്ത എന്താ അറിയോ? ഒന്നുമില്ല, പട്ടിണി കൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, സമ്പത്തില്ല, അധികാരമില്ല, ഒന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്താണ് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ മരണം മുഖാമുഖം കണ്ടു നിൽക്കുമ്പോഴാണ് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ കിടങ്ങ് കുഴിക്കണത്. ആ കിടങ്ങിന്റെ ഉള്ളിൽ അടുത്ത തടസ്സം വരുമ്പോ പ്രതീക്ഷയോടുകൂടിയാണ് അവരെന്ത് ചെയ്യണത്? വരാനിരിക്കുന്ന ഒരു കാലത്തെ നോക്കി കണ്ടിരിക്കുകയാണ്. നമ്മക്കും ചിലപ്പോൾ നമ്മൾക്ക് ഇസ്ലാമിനോട് ശത്രുത ഉള്ളവർ എല്ലാവരും ഒന്നിച്ചു കൂടും. അതിൽ രാഷ്ട്രീയ നേട്ടത്തിനുണ്ടാവും, അധികാരത്തിന്റെ സംഗതിക്ക് ഉണ്ടാവും, വേറെ എന്തെങ്കിലും താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും, ഇസ്ലാമിനോടുള്ള വെറുപ്പുകൊണ്ടുണ്ടാവും. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാം. വരാനിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിയാമത്ത് സംഭവിക്കൂല ഹത്താ യുദ്ഖിലഹു അല്ലാഹു ഹാദദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ
ഈ മതത്തെ പ്രവേശിപ്പിക്കുന്നത് വരെ ഏതൊക്കെ ചെറ്റക്കുടിലുണ്ടോ അവിടെത്തും, ഏറ്റവും വലിയ കൊട്ടാരങ്ങളുണ്ടോ അവിടെത്തും, മലയിടുക്കുകളിലെത്തും, താഴ്വാരങ്ങളിലെത്തും, ഏതൊക്കെ പ്രദേശങ്ങളുണ്ടോ അവിടെയെല്ലാം ഇസ്ലാം എത്തി. ഇസ്ലാമിന്റെ സന്ദേശം കേൾക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ പ്രതീക്ഷയോടുകൂടിയാണ് ആരൊക്കെ എങ്ങനെ തളർത്തിയാലും തകർത്താലും നമ്മൾ ഉണ്ടാവും. നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ വീടുകളിലെ മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? അവർ കാണുന്നത് മുഴുവൻ ഒന്നുകിൽ ഇസ്ലാമിനോടുള്ള ഈ വെറുപ്പ്, അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ നിന്ന് അവരെ വലിച്ചെറിയുന്ന, അവരെ മനസ്സ് മടുപ്പിക്കുന്ന സ്വതന്ത്ര ചിന്തകളും വർത്തമാനങ്ങളും. പലതിൻ്റെയും പേരിൽ ഇസ്ലാമിക റൂളിനെ മാത്രം ഇല്ലാതാക്കുന്നിടത്താണ് സ്വതന്ത്ര ചിന്തകളുള്ളത്. അവരെ ഇത്തരം രണ്ട് ഇതിന്റെ ഇടയിൽ ഇസ്ലാമിനോടുള്ള വെറുപ്പും ഇസ്ലാമിനോടുള്ള ഭീതിയും ജനിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമാണ് ശരിയെന്നും ഇസ്ലാമേ ശരിയാകൂ എന്നുള്ളൂ, ഇസ്ലാമേ അവസാനത്തിലേക്ക് നിലനിൽക്കുകയുള്ളൂ എന്നും നാളെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തേക്ക് ഇനി ഇറങ്ങി വരുന്ന സമയത്ത്, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്തും അദ്ദേഹവും നിലനിർത്തുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസാചാര കൾച്ചറുകളാണെന്ന് നമ്മുടെ തലമുറയെ പറഞ്ഞു കൊടുത്ത് പ്രതീക്ഷകൾ നൽകി അവരെ പിന്നെ മുന്നോട്ട് നയിക്കുവാൻ ഈ റമദാനാവുന്ന അവസരം നമ്മൾ ഉപയോഗിക്കണമെന്ന് നോക്കി. നിങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുമ്പോൾ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സ് എത്ര അറിയും? 12 ആണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ആ 12 വയസ്സുകാരൻ, നമ്മൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി, അവൻ പോയി പിന്നെ ഇതിങ്ങനെ ഇത് തുടങ്ങിയതാണ്. അവിടെ ഇങ്ങനെ അടങ്ങിക്കിടക്കുന്ന ആ കുഴി കിടങ്ങില് മണ്ണ് മാറ്റാനും കല്ലിന്റെ ചീളുകൾ മാറ്റാനും ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു. എന്നാണ് ഞാനും ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും സഹായിക്കേണ്ടത്. സഹോദരങ്ങളെ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ റമദാൻ അവർക്ക് പ്രചോദനമായിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് പഠിച്ചുകൊണ്ടിരിക്കും, ഓരോരോന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കി, അവിടെയൊക്കെ അത് കാണാൻ കഴിയും. തബൂക്കിന്റെ 2ാം ഗണത്തിന്റെ യാത്രകൾ മുഴുവൻ കംപ്ലീറ്റ് ആകുന്ന റമദാനിലാണ്. അങ്ങ് റസൂലുള്ളാഹിന്റെ മരണശേഷം ഖാദിസിയയുടെ 2ാം ഗണത്തിലെ 3 ലക്ഷത്തിൽ വരുന്ന ശത്രു സൈന്യത്തെ 20,000 വരുന്ന സ്വഹാബത്ത് പരാജയപ്പെടുത്തുന്നത് വിശുദ്ധ റമദാൻ മാസത്തിലാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ആലോചിച്ച് നോക്കി. ജെറൂസലേമിന്റെ ആദ്യത്തെ മോചനം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. ഈജിപ്തില് ഇസ്ലാം എത്തി ആഫ്രിക്കയിലേക്ക് മുസ്ലിമീങ്ങൾ എത്തുന്ന അലക്സാണ്ട്രിയയുടെ വിജയം നടക്കുന്ന നടപടികൾ മുഴുവൻ പൂർത്തിയാകുന്നത് റമദാനിലാണ്. ആ ആഫ്രിക്കയിലൂടെ ഇസ്ലാം വ്യാപിച്ച് മൊറോക്ക കീഴടക്കി മൊറോക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്ന ജിബ്രാൾട്ടർ കടലൊടുക്ക് കീഴ്പ്പെടുത്തുന്ന മുസ്ലിം ഉമ്മത്ത് വിശുദ്ധ റമദാൻ മാസത്തിലാണ്. വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. അവിടുന്ന് വീണ്ടും പിന്നെ സ്പെയിനിൽ 800 വർഷം മുസ്ലിമീങ്ങൾ ഭരിച്ചു, 8 നൂറ്റാണ്ട്. അതാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിന്റെ നാഗരികതയുടെ കാരണങ്ങളിൽ നിന്നാണ്. ആ നാഗരികത കാരണമാകുന്ന മുസ്ലിമീങ്ങൾ സ്പെയിൻ ഭരിക്കാൻ കാരണമാകുന്ന അന്തുലസിലെ പോരാട്ട വിജയം അബ്ദുറഹ്മാൻ ദാഖിലി എന്ന് പറയുന്ന അമവിയ ഭരണാധികാരി നേടിയെടുക്കുന്നത് പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. പിന്നീട് കുരിശ് യുദ്ധത്തിന്റെ കാലഘട്ടം വന്നുകയാണ്. ആ കുരിശ് യുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധി ഉള്ളത്. മുസ്ലിമീങ്ങളെ 70,000 മുസ്ലിമീങ്ങളെ അന്താക്കിയ പട്ടണത്തിൽ കൊലപിടിച്ച് അവിടുത്തെ കിടങ്ങ് തൂർത്തിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. പള്ളികളിൽ രക്തം തളം കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് മുസ്ലിമീങ്ങൾ തിരിച്ച് ഇസ്സത്ത് വീണ്ടെടുക്കുന്നത് റമദാനിൽ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ല നേടിയ ദിഗ്വിജയമാണ്. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ല വെറും 10,000-15,000 വരുന്ന സൈന്യത്തെ കൊണ്ട് 2 ലക്ഷത്തോളം കുരിശുപടയാളെ നേരിട്ട് വിജയിച്ച് മുസ്ലിമീങ്ങൾക്ക് പിന്നെ പ്രതിസന്ധി വരുന്നത് ചെങ്കിസ് ഖാന്റെ കാലഘട്ടത്തിലാണ്. താർത്താരികളിൽ നിന്ന് മംഗോളിയരിൽ നിന്നാണ്. മംഗോളിയരിൽ ബുഖാറയും സമർക്കന്തൊക്കെ കത്തിച്ചാമ്പലാക്കി ഇസ്ലാമിക വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങൾ ചാമ്പലാക്കി നശിപ്പിച്ച കാലഘട്ടത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു പേരക്കിടാവ് റമദാൻ മാസത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിലൂടെയാണ്. ഇങ്ങനെ ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും റമദാൻ അവർക്ക് അവസരമായിരുന്നു വിശ്വാസ രംഗത്ത് ശക്തി കൊടുക്കാൻ, അവരുടെ കർമ്മരംഗത്ത് ബലം കൊടുക്കുവാൻ, അവർക്ക് അവരുടെ ഈമാനിനെ ദൃഢതയെ ബലത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അവർക്ക് നോമ്പുള്ള തറാവി നിസ്കരിക്കുന്നതോടൊപ്പം ഖുർആൻ പാരായണം നടത്തുന്നതോടൊപ്പം ഇബാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം അതിശക്തമായി പ്രതിസന്ധികളെ നേരിടുവാൻ ഉമ്മത്തിന് കഴിഞ്ഞത് ഉമിനീര് വറ്റിയ കണ്ടനാളങ്ങൾ. റമദാനിലെ പകലിൽ ഉമിനീര് വറ്റിയ കണ്ടനാളങ്ങളിൽ അള്ളാഹുലേക്ക് ഉയർന്ന അപേക്ഷ നാഥൻ സൃഷ്ടാവ് ഉപേക്ഷിക്കില്ല എന്ന വിശ്വാസമാണ്. 1973-74 കാലയളവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്നവർ, അവർക്കെതിരെ അറബ് സമൂഹത്തിന്റെ വിജയം 73-74 കാലഘട്ടങ്ങളിൽ നടക്കുന്നത് ഏതു മാസത്തിലാ? അതുർ റമദാൻ മാസത്തിലാണ്.
അത് റമദാൻ അവസരമാണ്. എന്തിനുള്ള അവസരം എന്നറിയോ? പ്രതിസന്ധികളെ തീർക്കാൻ, വിശ്വാസത്തിന്റെ കരുത്തിൽ, ആയുധങ്ങൾ കൊണ്ടല്ല, വേറെന്തെങ്കിലും ബലത്തിലല്ല, ഈമാനിന്റെ ബലത്തിൽ ശക്തമായി അവർക്ക് തഖ്വ നിക്ക് വേണ്ടിയാണല്ലോ റമദാൻ നൽകുന്നത്. ആ തഖ്വ പടച്ച റബ്ബിനെല്ലാം സമർപ്പിച്ച് പ്രതിസന്ധികൾ റബ്ബിലേക്ക് കീഴൊതുങ്ങി വിനയാനിതരായി എല്ലാ അഹങ്കാരം കൈവടിഞ്ഞ് ഈ ഉമ്മത്തും നമ്മൾ സ്വീകരിച്ച ആദർശവുമാണ് ഇസ്സത്ത് എന്ന്, അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പ്രേരകമായി ഈ റമദാനിന്റെ പകലിനെയും വരാനിരിക്കുന്ന ദിനരാത്രങ്ങളെ സ്വീകരിച്ച് ആരൊക്കെ എങ്ങനൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾക്ക് സഹായം. നമ്മൾ ഉൾക്കൊള്ളുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഈ ദീനിനെ സ്വീകരിച്ചത്, അള്ളാഹിന്റെ അടുക്കൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെ ഈ കർമ്മരംഗത്ത് പ്രതീക്ഷയോടുകൂടി നമ്മുടെ മക്കളെ, കുടുംബങ്ങളെയും ഭാര്യയും മക്കളെയും സന്താനങ്ങളെയും പേരമക്കളെയൊക്കെ ജുമാ ജമാഅത്തുകളും തറാവീഹ്സ്കാരങ്ങളിലും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സജീവമായി പങ്കെടുപ്പിച്ച് ഇതിന്റെ ഒരു ഇസ്സത്തോടുകൂടി വേറെ ഭൗതികമായ ബലം എന്നുള്ളതിൽ ഈമാനിന്റെ കരുത്തിൽ അവയൊക്കെ നേരിടുവാൻ, പ്രതിസന്ധികളെ വെല്ലുവിളികളെ തകർത്തെറിയാൻ ഈ അവസരത്തെ ഉപയോഗിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം ദീർഘിച്ചു പോയി എന്ന് തോന്നുന്നുണ്ട്. ദീർഘമായി ചർച്ച ചെയ്യേണ്ട പഠിക്കേണ്ട വിഷയങ്ങളാണ്. കൂടുതൽ പഠന വിധേയമാക്കി ഈമാനിന് കരുത്തു കൊടുക്കാൻ, വിശ്വാസത്തിന് കരുത്തു കൊടുക്കാൻ ഈ വിശുദ്ധ റമദാൻ ആവുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്ത പ്രതിസന്ധികളെ ഇല്ലാതെയാക്കാൻ അള്ളാഹു ഈ റമദാനാകുന്ന അവസാനത്തിൽ ദിക്ർ ദുആകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഈമാനിനെ അതിശക്തമായി ഈമാനിന് ബലം നൽകി മുന്നോട്ട് പോകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ برحمتك يا ارحم الراحمين وصلى الله على سيدنا وعلى اله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.